എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. രാവിലെ എണീറ്റ് ഉടനെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങണമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷെ എണീറ്റിട്ടുള്ള ഒരു തിരക്കിലും ജഗപൊകയിലും കുറച്ചൊന്ന് ലേറ്റായി. ഞാൻ കണ്ടോ കണ്ണിൽ ലെൻസൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യം ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കണോ, കാരണം കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. ഇതിനിടയിൽ കൂടെ എനിക്കൊരു ലോങ് വീഡിയോ കൂടെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ എല്ലാ സന്തോഷങ്ങളും എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ അതേപോലെ ഷെയർ ചെയ്തിട്ടുള്ളത് എപ്പോഴും ലോങ് വീഡിയോസിലൂടെയാണ്. ഇന്ന് അതേപോലെ എനിക്ക് വളരെ സന്തോഷമുള്ള, വളരെ അഭിമാനം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് എൻ്റെ വീട്ടുകാർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എൻ്റെ ഇമോഷൻ എനിക്ക് ഇതേപോലെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ മുകളിൽ ഞാൻ ചെയ്തു തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ചെറിയ ഇനോഗ്രേഷൻ്റെ ഭാഗമാവാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വഴിയേ പറയാം. ഇപ്പോൾ അകത്ത് ഇത്ത വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടൊക്കെയാണ് ഇനോഗ്രേഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു തീർക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം, പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ഇനോഗ്രേഷനൊക്കെ ഭാഗമാകാൻ പോകുന്നുണ്ട്. കുറച്ചൊന്ന് വൃത്തിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആസ് യൂഷ്വൽ ഇത്ത തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജി മേക്ക് ഓവേഴ്സിന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ്. സരിത ജയസൂര്യ, പിന്നെ ആരൊക്കെയാണ് പറഞ്ഞാൽ ലിസ്റ്റ് തീരില്ല അയ്യോനോ. പക്ഷെ എന്നാലും ഇത്ത എപ്പോഴും ചെയ്യാറുള്ള ആരൊക്കെയാ? സരിത ജയസൂര്യൻ ചെയ്യാറുണ്ട്. പിന്നെ രഞ്ജിനി ഹരിദാസ്, ശ്രുതി രാമചന്ദ്രൻ, പിന്നെ ആര്യ ചേച്ചി അല്ലെ, അങ്ങനെ കുറച്ചധികം ആൾക്കാർ ലിസ്റ്റിലുണ്ട്. ഇവരുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പോ സി മേക്ക് ഓവേഴ്സ്. പക്ഷെ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്തത്. ഇത്തി ഞാൻ തമ്മിൽ കൊറേ മുന്നേ ഉള്ള ബന്ധാട്ടോ അല്ലെ, കൊറേ ആയി. ഒരു 7 കൊല്ലൊക്കെ ഉണ്ടോ. അന്നാണ് ഇത്ര ആദ്യമായിട്ട് ഇത്ര ഒരു വർക്ക് പ്രൊമോട്ട് ചെയ്തൊരു. എന്റെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യിപ്പിച്ച നിന്നെ കൊണ്ട് പേജ് തുടങ്ങിയിട്ട് ഇത് ചെയ്യില്ല നമ്മ പ്രൊമോഷന് വേണ്ടിട്ട് ഞാൻ കൊണ്ട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ അത് ആദ്യം എനിക്ക് പറയണതാ. ഞാൻ പക്ഷെ അന്ന് എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള അന്ന് നിന്നായിരുന്നു. അപ്പൊ എൻ്റെ ഒരു പേജ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് എന്നെ ചെയ്യിപ്പിക്കോ. അങ്ങനെയാണ് ഞാൻ നിന്റെ കോണ്ടാക്ട് ചെയ്തത്, മറ്റേ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് തൊട്ട് നമ്മള് ഉള്ളൊരു ബന്ധമാണ്. അതിനുശേഷം നാട്ടിൽ വന്നപ്പോ ആദ്യമായിട്ട് ഓണം ഷൂട്ട് ചെയ്തു. അതിനായ പിങ്ക് ബ്ലൗസ് വന്നിട്ടുള്ളത്. പിന്നെ എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു കംഫർട്ട് പോയിന്റ് എനിക്ക് കിട്ടിയ, ഞാൻ അവിടുന്ന് മാറാൻ ഭയങ്കര മടിയാണ്. ഞാൻ അവിടെ തന്നെ ഇരിക്കും, അധികം എക്സ്പീരിമെന്റ്സ് ഒന്നും പോവില്ല. അപ്പൊ ഞാനിപ്പോ വർഷങ്ങളായി ഇത്തോടൊപ്പമാണ്. ഇത്തടെ എല്ലാ മേക്കപ്പും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളൊരു മുഖമാണ് ഈ മുഖം. ഞങ്ങൾ രണ്ടുപേരും കൂടെ വളകാപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇത്ത കുറച്ച് ബിസി ആയി പോയി. പക്ഷെ ഇത്തവണ നാട്ടിൽ പോണതിന്റെ മുന്നേ നമ്മൾ ചെയ്യും. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ബ്രൈഡിന് ഇത്തയുടെ വക ബ്രൈഡ് ആയാലും പിന്നെ നമുക്ക് പാർട്ടി മേക്കപ്പോ ഇപ്പൊ കുറേ പേര് ഗസ്റ്റ് മേക്കപ്പ് ചോദിച്ചു വരാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ബ്രൈഡൽ നല്ലതാണ്. അല്ല, ഞാൻ എന്റെ ഒരു ആഗ്രഹം പക്ഷെ എന്താ പറയാ, നിന്റെ കണ്ടിട്ട് കുറെ പേര് അങ്ങനത്തെ ലുക്ക് ചോദിച്ചാ വരണ്ട. മനസ്സിലായോ? നിനക്ക് ചെയ്യണ ഒരേ ലുക്കും ചോദിച്ചിട്ട് കുറെ പേര് വരും. ഇങ്ങനെ ചെയ്തരും, ഇങ്ങനെ ചെയ്യുന്നതിന് എത്ര, അങ്ങനെ ഇങ്ങനെ കുറെ എൻക്വയറീസ് വരും. അപ്പൊ അവര് ഉദ്ദേശിക്കുന്ന ബ്രൈഡൽ അല്ലല്ലോ. പക്ഷെ എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയോ, ബ്രൈഡൽ പോലെ ചെയ്യാം. അല്ല, ഇപ്പൊ കല്യാണം ഭയങ്കര ബഹളല്ലേ സോഷ്യൽ മീഡിയയില്, ഭയങ്കര രസമായിട്ട് എല്ലാവരും കുറെ കാര്യങ്ങൾ ചെയ്യണു. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അവർക്ക് ഒരാൾക്ക് ഇത്ത പോയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ഞാൻ ഇത്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ത അന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെ, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇത്തക്ക് അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്താണെന്നറിയോ ഉദ്ദേശിച്ചത്, നിന്റെ കാണുമ്പോ എല്ലാവരും ചോദിക്കുന്നത് ആ ലുക്ക് എങ്ങനെയാ ചെയ്യണതിന്റെ റേറ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറെ എൻക്വയറീസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ബ്രൈഡിന് അത് മതി. അങ്ങനെ ഒരു മേക്കപ്പ് എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ബ്രൈഡിന് ഒരു ബ്രൈഡൽ മേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അതെ, ചെയ്യും. പവർഫുൾ വുമൺ ദുവ എത്തിയിട്ടുണ്ട്. ദുവ എത്ര മന്ത്സ് പ്രഗ്നന്റ് ആണ്? ദുവ 6 അല്ലേ? 7 months പ്രഗ്നൻസിയില് ദുവ ഡ്രൈപ്പിംഗ് സ്റ്റിൽ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അടിപൊളി.
അതെ, ഒരു കണ്ണിൽ ലെൻസ് ഉണ്ട്, ഒരു കണ്ണിൽ ലെൻസ് ഇല്ല. എനിക്കുണ്ടല്ലോ, അതെ, മറ്റേ കണ്ണ് എഴുതിയിട്ടുമില്ല. എനിക്കുണ്ട് അല്ലേ. എനിക്ക് ലെൻസ് ഇടാൻ ഭയങ്കര പേടിയായിരുന്നേ. ഇപ്പൊ അടുത്താണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. പക്ഷെ ലെൻസ് നമ്മൾ മേക്കപ്പിൽ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് നമ്മൾ ഇങ്ങോട്ട് കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യും. 2 കണ്ണ് നിൽക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ മറ്റേ കണ്ണ് ലെൻസ് ഇട്ടിട്ട് വരാം. ഹേ വിഷ് വരുന്നില്ല എൻ്റെ ഒപ്പം? ആ എൻ്റെ സ്പീച്ചൽ കേൾക്കണ്ടേ? ആ വരില്ലേ? സീരിയസ് ആയിട്ട് ചോദിക്കേ? അച്ഛൻ വരണ്ടോ? അച്ഛാ മിംസിക്ക് എനിക്ക് വരുമോ? യൂഷി നല്ല ഉറക്കത്തിലാട്ടോ. ഇന്ന് രാവിലെ 5:30. ഇന്ന് രാവിലെ എന്നല്ല, അധിക ദിവസവും രാവിലെ മറ്റേ അമ്പലത്തിൽ പൂജ നടത്താനുള്ള പോലെ കൃത്യം 5:30 എണീക്കും. എന്നിട്ടൊരു 8 മണി 8:30 ആകുമ്പോഴേക്ക് ബോധം പോകും. ദുബൈ ഇവിടെ സാരി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരി. ഇത് മൾച്ചന്തേരിയാണ് വരുന്നത്. ബാക്കി ബോർഡറൊക്കെ ഇതിങ്ങനെ ചെയ്യിച്ചെടുത്തതാട്ടോ. അപ്പോൾ നോക്കി നോക്കാം. ചെറിയൊരു ബ്രേക്കില് ചെറിയൊരു ബ്രേക്കിലൊന്ന് വെള്ളപ്പവും കുറച്ച് ചിക്കൻ കറിയും വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വിശക്കുണ്ട്. നെക്സ്റ്റ് വെള്ളപ്പം എനിക്ക് 10 മണിയാകുമ്പോ എത്തും. യൂഷിക്ക് കവിളില് വീണ്ടും 2 കൊതു കടിച്ചിട്ടുണ്ട്. കൊതു കടിക്കുമ്പോ പറയണ്ടേ നോന്ന്? കയ്യിലൊക്കെ കണ്ടോ കൊതു കടിച്ചിട്ട് ചൊറിയണേ. എന്തൊരു കഷ്ടം അറിയാം. നമ്മളിപ്പോ ഫുൾ സ്യൂട്ട് ഇടിച്ചിട്ടാ രാത്രി കിടത്തുന്നത്. മറ്റേ മോസ്കിറ്റോ റെപ്പല്ലന്റ് ഉപയോഗിക്കുന്നുണ്ട്. കൊതു കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേക്കുന്ന ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 2-3 ഡോക്ടേഴ്സിനെയും ഒക്കെ കാണിച്ചു. കയ്യ് നല്ല കൊതു കടിക്കുന്ന യൂഷീന്ന് നോ പറയണം. നോ കൊതു. എവിടെ ഹലോ പറയൂ. ഹലോ അമ്മ സുന്ദരിയായോ? പോയി പണിയൊക്കെ സുന്ദരി. എങ്ങനെയുണ്ട് സാരി? കണ്ടോ അമൃത സജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ നമ്മള് ഈ ഒരു സാരി എടുക്കാന്ന് വിചാരിച്ചു. ഒരു ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ കുറച്ചൊരു ക്ലാസ് പിടിക്കണം എന്നുള്ളത് അമൃതയുടെ സജഷൻ ആയിരുന്നു. ഒപ്പം അമിതയാണ് ഈ സാരി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് ഒക്കെ ചെയ്തെടുത്ത്. പിന്നെ സീ മേക്ക് ഓവേഴ്സിന്റെ കലാവിരുദ്ധാണ് എന്റെ മുഖത്ത് കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എടുത്തതിനേക്കാളും കണ്ടതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തു വന്നു കഴിഞ്ഞപ്പോ നല്ല കളർ കോമ്പിനേഷൻ ഉള്ള റാണി പിങ്കും ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ നല്ല രസമുണ്ട്. അയ്യോ പിന്നെ ദുബൈയുടെ ഡ്രൈപ്പിങ്ങും 8 മാസം ഗർഭിണിയായിട്ട് ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന ഒരാളെ ഞാൻ മറന്നുപോയത് ഒട്ടും ശരിയായില്ല. ഇനി കഴിഞ്ഞ തവണ ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി ദുബ വന്നപ്പോഴും ഇങ്ങനെ നിലത്തിരുന്നത് ദുബ ഡ്രൈപ്പ് ചെയ്യുമ്പോഴേക്ക് ഭയങ്കര ടഫായിരുന്നു. ഇങ്ങനെ 7 മാസം ഗർഭിണി. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറയായിരുന്നു നിലത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് മറ്റപ്പൊ ഞാൻ ആലോചിച്ചായിരുന്നു ഞാനും ഇരുന്നായിരുന്നു കുറെ പണിയൊക്കെ. പക്ഷെ എനിക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു മറ്റൊന്നും നടക്കുന്നു. അതൊരു കാര്യമില്ലല്ലോ. അപ്പൊ ദുബിയും പറയുന്നത് നല്ലതാണ്. പക്ഷെ എന്ത് രസമല്ലേ പ്ലീറ്റ്സ് അടിക്കാക്കട്ടെ. പക്ഷെ ഇത് ഇരിക്കാതെ എത്ര ഇത് ഇരുന്നാ മറ്റേ ചുളുങ്ങണ സാരിയാണ്. ഞാൻ ശ്രീധരേട്ടന്റെ ചായക്കടയിൽ നിന്നാണ് ഇന്ന് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ നിർബന്ധിച്ചു കിടന്ന് കഴിക്കാൻ. പക്ഷെ വേണ്ട, കോഴിക്കോട് വന്ന വീട്ടിൽ നിന്നല്ല, നമ്മൾ പല പല കടകളിൽ നിന്ന് വേണം കഴിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. പൊളിക്കല്ലേ? വിഷ്ണുവിന് സമയം തെറ്റിയെന്നുള്ള ടെൻഷനാട്ടോ. അപ്പൊ അതുകൊണ്ട് 10 മണിക്ക് ഒരു പറഞ്ഞ നമ്മൾ കൃത്യം 10 എത്തണ്ടേ. അമ്മ വരുന്നുള്ളോ? ആണോ? അമ്മയ്ക്ക് UV ഉള്ളത് കാരണം അമ്മ ഒന്ന് വീട്ടിലാണ് ഇരിക്കണം. അച്ഛനാണ് നമ്മുടെ ഒപ്പം വരുന്നത്. നമ്മളൊരു ഔട്ട്ഫിറ്റ് ഏകദേശം ഒന്ന് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ചില തവണ വിട്ടു പോകുമ്പോൾ ഒട്ടും ശരിയാവില്ല. ചില തവണ നമുക്ക് മനസ്സിൽ വിചാരിച്ചതിനെ നമുക്ക് കിട്ടും. അങ്ങനെ അതേപോലെ കിട്ടിയിട്ടുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ അത്. യൂഷനെ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടാട്ടോ. യൂഷ അവിടെ വന്നിട്ട് കച്ചറയേക്കും. അതെ, യൂഷ കച്ചറയൊക്കെ അവിടെ വന്ന ടാറ്റ. നമ്മളോട് ചെറിയൊരു സ്പീച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ വിഷ്ണു എനിക്ക് ഒന്നും കൂടെ ഒന്ന് റീഫ്രൈസ് ചെയ്ത് തരികയാണ്, വേർഡ്സും സെൻറ്റൻസും ഒക്കെ വെച്ചിട്ട്. അതിന് വിഷ്ണു മിടുക്കനാണ്. ഇത് ഈ ഇവന്റ് എനിക്കും കുറച്ചൊരു എന്താ പറയുക, ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് ഇവന്റ് ബിക്കോസ് ഞാൻ ഇപ്പോൾ മദറായിട്ട് നമ്മൾ മിംസ് കാലിക്കറ്റിലാണ് എത്തിയിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കാലിക്കറ്റ് മിംസിലോട്ട്.
ഇവിടെ ഇന്നൊരു ബേർത്ത് സ്യൂട്ടിൻ്റെ ഇനോഗ്രേഷൻ നടക്കുകയാണ്. ബേർത്ത് സ്യൂട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ മുന്നത്തെക്കാളും കുറച്ചും കൂടെ സുപരിചിതമാണ് എല്ലാ ആൾക്കാർക്കും. നമ്മുടെ ഡെലിവറി ടൈമിൽ നമ്മുടെ പാർട്ട്ണറുടെയോ ഫാമിലിയുടെയോ ഒക്കെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. പലരും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒക്കെ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ സൊസൈറ്റിയിൽ വന്നൊരു മാറ്റം കൂടെ ഉൾക്കൊണ്ട് കാലിക്കറ്റ് മിംസും ഇവിടെ ഇന്ന് ബേർത്ത് സ്യൂട്ടിൻ്റെ ഇനോഗ്രേഷൻ ചെയ്യണം കേട്ടോ. 2 റൂമാണ് ഇവിടെ അവർ ചെയ്യുന്നത്. ഒന്നൊരു കമ്പാനിയൻ ബേർത്ത് സ്യൂട്ടും ഒന്നൊരു പ്രീമിയം ബേർത്ത് സ്യൂട്ടും. കമ്പാനിയൻ ബേർത്ത് സ്യൂട്ടിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരാളെ മാത്രമേ നമുക്ക് നമ്മുടെ ഡെലിവറി ടൈമിൽ ഒപ്പം നിർത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷെ പ്രീമിയം ബേർത്ത് സ്യൂട്ട് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് നമ്മുടെ ഡെലിവറി ടൈമിലൊപ്പം ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിർത്താൻ പറ്റും. ഞാനിവിടെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് എനിക്ക് എല്ലാ ഡോക്ടേഴ്സിനെയും പേഴ്സണലി മീറ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതൽ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇവിടെയുള്ള പല ഡോക്ടേഴ്സും വർഷങ്ങളായിട്ട് മിംസിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ആമീന് നിങ്ങൾക്ക് അറിയില്ലേ, ദീമയുടെ 2nd ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മിംസിലായിരുന്നു. അതേപോലെ ഏകദേശം ഒരു 5 വർഷം മുന്നേ എൻ്റെ അമ്മയ്ക്കും ഒരു ഗൈനക്കോളജി സപ്പോർട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മിംസിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇവിടെ പല ഡോക്ടേഴ്സിൻ്റെയും പേരൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ പല ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്തും നമുക്ക് ഒരു ഡോക്ടർ ഇങ്ങോട്ട് റൂമിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് പോലത്തെ ഒരു തോന്നലാണല്ലോ നമുക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ആ സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടറുടെ മുഖം ഒരിക്കലും നമ്മൾ മറക്കൂല. അങ്ങനെ കാലിക്കറ്റ് മിംസിൽ ബേർത്ത് സ്യൂട്ടിൻ്റെ ഇനോഗ്രേഷൻ ദേ ഇവിടെ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരുപാട് പേരിലോട്ട് ഇനിയും ഈ ഒരു സൗകര്യങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. ഇങ്ങനെ ബേർത്ത് സ്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റൽസ് എല്ലാം ബേർത്ത് സ്യൂട്ട്സ് പോലെയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ബേർത്ത് സ്യൂട്ട് എന്നുള്ളത് ബേസിക് ആയിട്ടൊരു കാര്യം ആയി മാറുകയും അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ഒരുപാട് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 1.25 വർഷം ആവുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ മുഴുവൻ ഇൻറ്റൻസിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അന്ന് എനിക്ക് വിഷ്ണു തന്ന സപ്പോർട്ടും ഞാൻ ഗോ ത്രൂ ചെയ്ത ഫേസസും എല്ലാം തന്നെയാണ് ഞാനിവിടെ സ്റ്റേജിൽ സംസാരിക്കേണ്ടായത്. എനിക്ക് ആക്ച്വലി ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര സ്നേഹം കിട്ടി വിഷ്ണു. അല്ല റിയലി നമുക്കിങ്ങനെ അല്ല സീരിയസ്ലി എനിക്കത് ഫീൽ ചെയ്ത് ഭയങ്കര വന്ന് വീട്ടിലെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ മോനെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയും എന്നെ പറ്റിയും പേരൻസിനെ പറ്റിയൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് അതിലുപരി എനിക്ക് പറയാനറിയില്ല. ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ ഇത്ര കൊല്ലം നിന്നുകൊണ്ട് എന്ത് ഏൺ ചെയ്തു എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോഴാണ് അതിൻ്റെ റിയൽ പ്രതിഫലം എനിക്ക് കിട്ടാറുള്ളത്. ആൾക്കാർ വന്ന് പറയുന്നതും വീഡിയോ കാണുന്നവരോടുള്ള സ്നേഹം പറയുന്നതും ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കരച്ചിൽ വന്നിട്ട് പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ മിംസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്കൊരു വേറിട്ട എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുമോ, എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ഭയങ്കര സന്തോഷവും ഇമോഷണലും ഒക്കെ ആയിരുന്നു മൊമെന്റ്. എനിക്ക് സ്റ്റേജിൽ കയറി വർത്താനം പറയുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു വിഷ്ണു. അത് ശ്രദ്ധിച്ചായിരുന്നോ? തോന്നിയിരുന്നോ? കാരണം എനിക്കിങ്ങനെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പറയണം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കേണ്ടത്. പറഞ്ഞിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എനിക്ക് എന്തായാലും വാക്കുകളൊന്നും കിട്ടുന്നില്ല. യുവി വീട്ടിലാണ്. കുറച്ച് നേരമായി അവനെ അമ്മയുടെ അടുത്താക്കിയിട്ട് നമ്മൾ മാറി നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടില് യുവിയും ചേച്ചിയും അമ്മയും കൂടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഫുഡ് കഴിക്കണോ? ഒരു ഗുണമുണ്ട്, പുറത്തെവിടെങ്കിലും പോയാൽ തിരിച്ചു വന്ന വഴിയിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കില്ല. തിരിഞ്ഞു നോക്കില്ല. അമർത്തിന്നോ? അതായത് പിടിച്ചു കിടന്ന് അങ്ങോട്ട് വളയും. ഇപ്പൊ ഉറങ്ങണ്ട, ആ സമയം കൂടെ കളിക്കാനുള്ളതാണ്. വിഷ്ണു, ഒരു കുറച്ച് വാക്കുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? താൻ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിരിക്കണ്ടായിരുന്നല്ലോ. ഞാൻ സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോ ഇങ്ങനെ തല ടെൻഷനോ? നിനക്ക് നീ അത് എങ്ങനെയാ, നിനക്ക് ടെൻഷൻ വരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്ന് പറയാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം? വാട്ട് ഡിഡ് യു ഫീൽ? ഗുഡ് ആയിരുന്നു. കഴിഞ്ഞോ? ഗുഡ് ആയിരുന്നു എന്നുള്ളൊരു കഴിഞ്ഞോ? ആക്ച്വലി ഒരു പുതിയ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല. നമ്മളിങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. സോ
ഒന്നാമത് ലൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ നമ്പർ 2 നമ്മൾ ഈ പ്രഗ്നൻസിയിൽ കൂടെ ഈ ഒരു ഫേസിൽ വണ്ടി പോണ ശബ്ദം ബാക്കിലുള്ളതുകൊണ്ട് കേൾക്കാറുണ്ട്. ലൈക്ക് നമ്പർ 1 നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്പർ 2 എന്താ പറയാ, ഈ പ്രഗ്നൻസിന്റെ ഒരു ഈ ചോദ്യം ഞാൻ തുടരും കേട്ടോ. നമ്മുടെ അവിടെ വീഡിയോ എടുത്താൽ പിള്ളേർ വന്നിട്ടുണ്ട്, അവരുടെ ഞാൻ ഒന്ന് വാങ്ങിക്കട്ടെ, അവർ ഞങ്ങൾക്ക് ലഞ്ചും ഒക്കെ ലേറ്റ് ആവും. മിംസിന്റെ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അവർ സ്റ്റുഡൻസ് ആണ്, പാർട്ട് ടൈമിലാണ് അവരിങ്ങനെ വീഡിയോഗ്രാഫിക്ക് വേണ്ടി പോണത്. അപ്പോൾ അവരെടുത്ത വീഡിയോസൊക്കെ എൻ്റെ ഫോണിലോട്ട് അയച്ചു തരാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. പുതിയ ആൾക്കാർ ആരെങ്കിലും വീട്ടിൽ വന്നാൽ യുവിനെ മൈൻഡ് ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധം യുവിക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുക. ഇന്ന് നമ്മൾ മിംസിൽ പോകുമ്പോഴേ എനിക്ക് അറിയുന്ന ഒരാൾ വഴി ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി വിഷ്ണുവിന് അത്രത്തോളം വന്നത് ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പിള്ളേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല ഷോർട്സ് ഒക്കെ നോക്കി എടുത്തരും, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഡിഗ്രി 2nd ഇയർ ചെയ്യുന്ന പിള്ളേരാണ്. പക്ഷെ അവർ എന്തൊരു പാഷനേറ്റാന്ന് അറിയോ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അവർ ഭയങ്കര പാഷനേറ്റായിട്ട് അവരൊരു മൊബൈലിൽ ഇങ്ങനത്തെ റീൽസ്, വെഡ്ഡിങ്സിനൊക്കെ ഇങ്ങനെ റീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അവരോട് ഞാൻ കുറച്ച് നേരം ഇപ്പോൾ ഇരുന്ന് സംസാരിച്ചു. അവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അവർ ഡിഗ്രി കഴിഞ്ഞ് അവരിപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കോഴ്സാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ സൂൺ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. ക്യാമറ വാങ്ങിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ. ഈ വേഷവിധാനങ്ങളൊക്കെ ഒന്ന് അയച്ചു വെച്ച് ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് എടുത്ത് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങട്ടെ. മോള് പോയി നോക്കിയൊക്കെ എന്താ അവസ്ഥ എന്ന്. ചീറി പൊളിക്കൊണ്ട് പോകുന്നത്. ഇത്ര കാലം നമ്മൾ യുവിയുടെ ഡീസൻ്റ് ആയിട്ടുള്ള സ്വഭാവമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഭയങ്കര വികൃതിയാണ്. വികൃതി എന്ന് പറഞ്ഞാൽ നല്ല വികൃതിയാണ്. ഇഷ്ടപ്പെട്ടിരിക്കണം. പിള്ളേർ വലുതായി വരുമ്പോൾ അവരുടെ രാവിലത്തെ ഉറക്കത്തിന്റെ സമയമൊക്കെ നല്ലോണം കുറഞ്ഞു വരില്ലേ. ഇപ്പൊ യുവിക്ക് നല്ലോണം കുറഞ്ഞിരിക്കുന്നു. ഉച്ചക്കൊക്കെ ഉറങ്ങിയാലായി. ചില ദിവസം കിടന്ന് ഉറങ്ങൊന്നും കാണാട്ടോ. എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കര ക്ഷീണം. ഞാനിങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങി പോവാ. എണീക്കാൻ പറ്റാന്നിട്ട് ഞാൻ കിടന്നോർത്തുന്ന എത്രയും 6 മണിയൊക്കെ ആയിട്ടായിരിക്കും. നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന സമയം വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയമായിരിക്കും കേട്ടോ. ഒരു കപ്പ് ചായയും വെച്ച് കുറേ നേരം എന്തൊക്കെയോ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സമയമല്ലേ. ഭയങ്കര രസമാണ് അത് സമയം. ആ സ്കൂട്ടറിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. മാക്സിമം നോട്ടാൻ കേട്ടോ. പോണോ പോണോ പോണോ? ഞാൻ നല്ല ഉറങ്ങിയ. ഞാൻ പറഞ്ഞേ എന്ത് പണിക്ക് ഇന്ന് എടുത്തിട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉറങ്ങി തൂങ്ങിയൊരവസ്ഥയായി. എനിക്ക് എണീക്കാൻ വയ്യാത്തൊരവസ്ഥ. പിന്നെ സഡേഷനൊക്കെ തന്നിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ. കൊതുകുണ്ടോ യൂഷനെ? കൊതു കടിച്ചത് ഇന്ന് നെറ്റിയിൽ കുറിയണോ? ഏറ്റവും പെട്ടെന്ന് വളരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിള്ളേരാണെന്നുള്ളത്. ഇവരുടെ ഗ്രോത്ത് എന്ത് പെട്ടെന്നായിട്ടാണ്. കഴിഞ്ഞ ഓരോരോ കൊല്ലും ഞാൻ വിചാരിക്കും ഫസ്റ്റ് ടൈം അവനിങ്ങനെ കമന്ന് വീഴില്ലേ, അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവനിങ്ങനെ പിടിച്ചു നിന്ന സമയത്ത്. പിന്നെ ഇപ്പം പിടിച്ച് നടക്കുക, ഇപ്പം ഇങ്ങനെ ഒരു കൈ പിടിച്ച് നടക്കും, 1-2 അടിയൊക്കെ കൈവിട്ട് നോക്കുന്നത് കാണാം. ഇതൊക്കെ എത്ര പെട്ടെന്നാ. പ്രൊഡക്ടിവിറ്റി അസസ് ചെയ്തിട്ട് ഒരാളുടെ തല പൊട്ടിത്തെറിക്കുന്നത് കണ്ടുണ്ടോ? ഒപ്പല്ലെങ്കിൽ വേറെ ആളുടെ തല പൊട്ടിത്തെറിപ്പിക്കും കൂടെ ചെയ്യും. വിഷ്ണു ആക്ച്വലി അപർണയുടെ കല്യാണം വരെ നിൽക്കുമോ, തിരിച്ച് ആംസ്റ്റർഡാമിൽ പോകണമെന്നൊക്കെ ഇടയിൽ കൂലങ്കൃഷിതമായി ചിന്തിച്ചു. കാരണം വിഷ്ണുവിന് അവിടെ നിന്നാണ് പണിയെടുക്കാൻ പറ്റുന്നത് ഇവിടത്തേക്കാ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി പറയൂ? അങ്ങോട്ടും ചാടാൻ വയ്യ, ഇങ്ങോട്ടും ചാടാൻ വയ്യ. അപർണയുടെ കല്യാണത്തിന് വരാതിരിക്കാനും വയ്യ, എന്നാ അങ്ങോട്ട് പോവാതിരിക്കാനും വയ്യ. എത്രയൊന്നും കാലം നമുക്ക് മാറിക്കാൻ പറ്റില്ല അല്ലേ. പണി നടക്കുന്നില്ലേ എന്നുള്ള ടെൻഷൻ കാരണം. പക്ഷെ അവസാനം ഇപ്പൊ തീരുമാനിച്ചത് അപർണ കല്യാണം കഴിഞ്ഞിട്ട് പോവാന്ന്. അതുകൊണ്ട് ഞാൻ അന്ന് പോയി ഡ്രസ്സ് എൻ്റെ എല്ലാം കൊടുത്ത സമയത്ത് വിഷ്ണുവിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടായില്ല. കാരണം വിഷ്ണു പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പൊ അതെല്ലാം നമ്മൾ ആദ്യം തൊട്ട് പിന്നെയും പോയി കൊടുക്കണം. അമ്മ ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മുഴുവൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. ഇങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ അപ്പം എന്ത് പറഞ്ഞു, ഇപ്പം എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കാണെങ്കിൽ അത് പറയാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് റെഡ് അലേർട്ട് അല്ലേ അവിടെ? മഴ ഇന്നുണ്ടായിട്ടില്ല അധികം. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ ഈ ഒരു ഓഗസ്റ്റ് സമയത്താണ് ജൂൺ ജൂലൈനേക്കാളും മഴ പെയ്യണ തോന്നുന്നു. വന്നു തുടങ്ങിയിട്ട് ഈ ഒരു സമയത്ത് മഴ പെയ്തു തുടങ്ങിയതാ. ഓണത്തിന് ബുദ്ധിമുട്ടിക്കുമെന്ന് അറിയില്ല. യുവി ഇപ്പൊ മുന്നത്തെ പോലൊന്നും അല്ല.
യുവി നല്ല വികൃതി ചെക്കനാണ്. യുവിക്ക് അടങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല, ഒക്കത്തിരിക്കാൻ ഇഷ്ടമല്ല, നടക്കാൻ ഇഷ്ടമല്ല, ഇരിക്കാൻ ഇഷ്ടമല്ല, കിടന്നിങ്ങനെ കണ്ടോ പെടയണം അല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാം. ഇത് LKD ഐഷക് സാറിന്റെയും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഇതുപോലെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു ബേസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റോക്കറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ മുകളിൽ കയറിയിട്ട് ഇരുന്ന് ഓടിക്കാനുള്ള ഒരു ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. യുഷ നോ താങ്ക് യു. യുവി എന്താ ചെയ്തത്? അത് ഞാൻ ക്ലീൻ ചെയ്തോളാം. നീ ഔ യുവി ഇറങ്ങാനുള്ള ശ്രമം കേട്ടോ. നമ്മൾ തിരിച്ചു പോയാൽ ഞാൻ നിന്നെ വെച്ച് എന്ത് ചെയ്യും യുവി? അവിടെ നമ്മൾ 3 പേരും ഒറ്റയ്ക്കാണ്. ഇവിടെ നമുക്ക് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. യുവി നോ. ഒന്ന് അറിയാം നമുക്ക് കള്ള ചെക്ക. യുവി നോ 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 ചെയ്യരുത് കേട്ടോ. ഗുഡ് ബോയ് ആണ് യുവി. എന്ത് ഗുഡ് ബോയ്? കണ്ണ് കുത്തി കയറോ? ഒരു വീഡിയോ എടുത്ത് സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൂക്കത്താണ് ക്യാമറ. ഞാൻ പറയാൻ വന്നത്, ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു വേഷം ഇട്ടോ. കാണിച്ചു തരട്ടെ. മാക്സി. ഞാൻ ആദ്യം ഇട്ടോ മാക്സി ഇടുന്നത് ലൈഫില്. കഴിഞ്ഞ ദിവസം വിധു ഇട്ടിട്ട് എന്തൊരു സുഖം മാക്സി അറിയാം. വിധു മറ്റേ മാക്സിയുടെ ഒക്കെ വല്ല പ്രൊമോഷൻ നടത്തിയത് പോലെയായിരുന്നു. അതിൽ ഞാൻ വീണു. എന്നിട്ട് ഞാൻ അമ്മയുടെ അതേ മാക്സി ഞാൻ ഒന്ന് വാങ്ങി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മാക്സിയിലാണ്. നിങ്ങളുടെ ഇഷ്ടം മാക്സിയില് എന്റെ അമ്മയാണെങ്കിൽ ഇതും കൂടെ ചെയ്യും. ഞാൻ കുത്തും കൂടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വേഷം മാക്സിയാണ്. മാക്സി കൊള്ളാം, പക്ഷെ കൊള്ളാം. നമ്മൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് വിഷ്ണുവിൻ്റെ ജോലിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ നമ്മൾ ചോദിച്ചു വെച്ചൊരു ചോദ്യം, ഇത് എൻ്റെ ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ ചോദിക്കുന്നതാണ്. വിഷ്ണുവിന് എന്താണ് ഫീൽ ചെയ്തത് മിംസിലിരുന്ന സമയത്ത്? കാരണം എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കിതൊരു പുതിയ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുന്ന സമയത്ത് വിഷ്ണു കണ്ണ് പൊത്തിയിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിയിരിക്കുന്നത്. ഇത് കുറച്ച് ഓവർ എക്സാജറേഷൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വിഷ്ണു ഭയങ്കര, ഞാൻ സ്റ്റേജിൽ കയറിയ ഒരു കോൺഫിഡൻസിന് വേണ്ടി വിഷ്ണുവിനെ നോക്കിയപ്പോൾ വിഷ്ണു ഫ്രണ്ട് റോ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പം എന്താ ഞാൻ പറയാ, ഇനി താൻ തന്നെ പറ, താൻ ഭയങ്കര നോർമലായിട്ടാണോ ഇരിക്കണ്ടായിരുന്നത്? എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ സമയത്ത് എനിക്കിത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കുള്ള പ്രഷറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ പക്ഷെ ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്തു. കാരണം എനിക്ക് വിഷ്ണു ആലോചിക്കുന്ന അത്ര ആലോചിക്കാൻ എനിക്കറിയാത്ത കാരണം ഞാൻ ഭയങ്കര നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ തോന്നി നിനക്കതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിനക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പ്രഷറോ ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളത്. ബട്ട് നീ നന്നായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആലോചിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും നീ ഇപ്പോൾ പറഞ്ഞതല്ല. ഞാനിങ്ങനെ തലകുഞ്ചിരുന്ന് തോന്നില്ല. തല കുഞ്ചിരുന്നല്ലേ നോക്കിയപ്പോൾ താൻ ഇങ്ങനെ ഞാൻ ആലോചിക്കാറ് നിനക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഞാൻ ഇതൊട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കവർ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിഷ്ണു ഭയങ്കര ടയർഡായിരുന്നു ഒന്നല്ലേ മൊത്തത്തിൽ. അപ്പോൾ ഭയങ്കര കുറച്ച് ടയർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്, എൻ്റെ ഈ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു തുടങ്ങിയ ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 15-20 മിനിറ്റ്സ് വീഡിയോ ആയിരിക്കും. പക്ഷേ ഇതിവിടെ കിടക്കട്ടെ. ഇത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ കിടക്കട്ടെ അല്ലേ വിഷ്ണു? അപ്പോൾ അത്രയേ ഉള്ളൂ. യുഷി ബോയ് ഈസ് സ്ലീപ്പിംഗ് ഹിയർ. നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം അമ്മയും അച്ഛനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ അച്ഛൻ ഫുൾ ഡേ ഗംഭീരമായിട്ട് സപ്പോർട്ടിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കതൊരു ഭയങ്കര, ഞാൻ അച്ഛൻ ഫുൾ ഡേ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ രാവിലെ 9:30 വന്ന ഒരു 1:32 നമ്മൾ വരുന്നവരെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഇനി കിടന്നുറങ്ങട്ടെ. നാളെ നമുക്ക് അടുത്ത പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 15-ാം തീയതി വരെ ഈ
മാസത്തിൽ നല്ലൊരു സ്കെഡ്യൂളാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ലേ. അതൊട്ടും ഒരു എനിക്ക് ഇത്രയും ചെയ്യാനുണ്ടല്ലോ എന്നുള്ളതിനൊക്കെ ഉപരി എനിക്ക് ഇത്രയും ചെയ്യാനുണ്ടല്ലോ, അത് ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ബിസി ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നാളെ വളരെ ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. നാളെ ഉഷാറായി നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ കിടക്കണം അല്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്, മാക്സിൽ നിന്നും ഒരു ഗുഡ് നൈറ്റ്. ടാറ്റാ.